നോട്ട് നിരോധനം നരേന്ദ്രമോദിയുടെ സാമ്പത്തിക കൂടോത്രമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നോട്ട് നിരോധനം വിവരക്കേടാണ്. വാചകമടിയിൽ അഭിരമിച്ചു കഴിയുന്ന മോദി രാജ്യത്തെ എടുത്ത് അമ്മാനമാടുകയാണെന്നും തോമസ് ഐസക് ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് തോമസ് ഐസക് ഉന്നയിച്ചിരിക്കുന്നത്. ദോഷമല്ലാതെ ഒരു ഗുണവും നോട്ട് നിരോധനം മൂലം ഉണ്ടായിട്ടില്ല. നല്ല സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ടയറടക്കം വെച്ച് കുത്തിപ്പൊട്ടിക്കുന്ന പോലെ ഇത് സാമ്പത്തിക ശാസ്ത്രമൊന്നുമല്ല, ഇത് സാമ്പത്തിക കൂടോത്രമാണ്. ഇത് പേ പരിപാടി. ആരാണ് ഇതൊക്കെ ഉപദേശിക്കുന്ന ഈ കാര്യങ്ങൾ? ഇതൊക്കെ നാഗ്പൂരിലുള്ള ചില കക്ഷികളുണ്ട്. അത് ഇന്ത്യയിൽ വേറെ നികുതിയൊന്നും വേണ്ട, ട്രാൻസാക്ഷൻ ടാക്സ് മതി എന്നൊക്കെ പറയണ ചില വിദ്വാന്മാരുണ്ട്. ഞാൻ അവരാണ് ഈ സാമ്പത്തിക കൂടോത്രക്കാരെന്ന് വിളിക്കുന്നത്. അവരാണ് ഉപദേശകര്. നരേന്ദ്രമോദി രാജ്യത്തെ നിക്ഷേപാന്തരീക്ഷം തകർത്തു. സമ്പദ് രംഗത്തെ ഡിജിറ്റൽ വൽക്കരണമൊക്കെ വെറും വാചകമടിയായെന്നും തോമസ് ഐസക് പരിഹസിച്ചു. വാചോടിച്ചാൽ പോരാ, ഇത് ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ള വിഡിത്തം പറഞ്ഞാൽ പോരാ. രാജ്യത്തെ എടുത്ത് ഇങ്ങനെ അമ്പാനാടാണ്. ഇങ്ങനെയല്ല രാജ്യം ഭരിക്കേണ്ടത്. നോട്ട് നിരോധനം വഴി 3.5 ലക്ഷം കോടി രൂപയുടെയെങ്കിലും ഉൽപാദന നഷ്ടം രാജ്യത്തിനുണ്ടായെന്നും തോമസ് ഐസക് പറഞ്ഞു. ധീരമായ നിലപാടുകൾ പാർലമെന്റിൽ ഉയർത്താൻ നമുക്ക് വേണം അധികാരികളുടെ മുഖത്ത് നോക്കി നിർഭയമായി സത്യം പറയുന്ന പാർലമെന്റേറിയനെ. അതുകൊണ്ട് പത്തനംതിട്ടയിൽ ഇത്തവണ തോമസ് ഐസക്.